നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. അഭിവന്യ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനിയുടെ പ്രാർത്ഥനയോടുകൂടെ യോഗ നടപടികൾ ആരംഭിക്കും. ഞങ്ങളുടെ കർത്താവേ മിശിഹായുടെ പിതാവാം ദൈവമേ, അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്തി ഞങ്ങൾ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ അധികമുള്ള ദൈവമേ, സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ, നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ പുനരുത്ഥാനത്തിന് സാക്ഷികളായിരിക്കാൻ അവിടുന്ന് തിരുസഭയെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയോണ്ട് സ്തോത്രം. പരിശുദ്ധ സ്നാനം മൂലം അവിടുത്തെ ശരീരത്തോടെ ഞങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് സ്തോത്രം. ഈ സഭയിൽ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ശുശ്രൂഷകരെയും സുവിശേഷകരെയും വിശ്വാസികളായ ജനങ്ങളെയും കൊണ്ട് നിറച്ചതുകൊണ്ട് അങ്ങേക്ക് സ്തുതി. ഭാഗ്യവാനായ മാർത്തോമാ ശ്ലീഹായ്ക്ക് വേണ്ടി സ്തോത്രം. ഈ പ്രേക്ഷിത പ്രവർത്തനം തലമുറകളായി നിലനിർത്തിയ എല്ലാ പിതാക്കന്മാരെയും മാതാക്കളെയും ഞങ്ങൾ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം തരുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്ത എല്ലാ മേൽപ്പെട്ടക്കാരെയും ഓർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് പിതാവും അവിടുത്തേക്ക് മകനുമായ വലിയ തിരുമേനിക്ക് വേണ്ടി സ്തോത്രം. തിരുമേനിക്ക് 95 വർഷക്കാലം ഈ മണ്ണിൽ ജനിപ്പാനും വളരുവാനും ജീവിപ്പാനും ഞങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അവിടുന്ന് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ മധ്യത്തിലാക്കിയുകൊണ്ട് സ്തോത്രം. അനുഗ്രഹകരമായ ഒരു ജീവിതകാലം ദൈവം ദാനം ചെയ്തല്ലോ. സഭയായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുമേനിയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, തിരുമേനിയെ പല പ്രകാരങ്ങളെ ക്രിസ്തുമാർഗത്തിൽ അഭ്യസിപ്പിച്ച എല്ലാവർക്കും വേണ്ടി, വഴി നടത്തിയവർക്ക് വേണ്ടി ഒക്കെ സ്തോത്രം. അങ്ങയുടെ വലിയ കാരുണ്യം സഭയായി ഞങ്ങൾ അനുഭവിക്കുന്നു. മെത്രാപ്പൊലീത്ത തിരുമേനിയോട് ചേർന്ന്, വന്യപിതാക്കന്മാരോട് ചേർന്ന് ഞങ്ങൾ നിനക്ക് നന്ദി പറയട്ടെ. ഞങ്ങളെല്ലാവരെയും ഇന്നേ ദിവസത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്ക് സ്തോത്രം. ഇത് യഹോവയാൽ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം എന്ന സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, മാർത്തോമാ സഭയിൽ ഒരു മെത്രാപ്പൊലീത്തായ്ക്കും 96 വയസ്സ് കടക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത് ഞങ്ങൾക്ക് അത്ഭുതമാക്കി തന്ന ദൈവമേ, അനുഗ്രഹമാക്കി തീർത്ത ദൈവമേ, ഈ അനുഗ്രഹം തുടർന്ന് അനുഭവിപ്പാൻ തക്കോണം അഭിവന്യ തിരുമേനിയെ അവിടുന്ന് കടാക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങയ്ക്ക് സ്തുതി. അങ്ങയുടെ കാരുണ്യം ഈ യോഗമധ്യേ ഉണ്ടാവണമേ. ഞങ്ങളുടെ നാട്ടിലെ MLA ചേർന്ന്, വൈദികരോട് ചേർന്ന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അവിടുത്തെ തിരുസാന്നിധ്യവും തിരുകൃപയും കൊണ്ട് ഞങ്ങൾ നിറച്ച അനുഗ്രഹത്തോടെ മടക്കി അയക്കണമെന്ന് കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി ഇന്ന് 96ാമത് ജന്മദിനം കൊണ്ടാടുന്ന നമ്മുടെ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി അഭിവന്യ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനി, അഭിവന്യ തിമോത്തിയോസ് തിരുമേനി, വൈദിക ട്രസ്റ്റി വികാരി ജനറൽ VT ജോണച്ചൻ, അൽമായ ട്രസ്റ്റി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, വികാരി ജനറൽ ബഹുമാനപ്പെട്ട AC കുര്യനച്ചൻ, നമ്മുടെ നാടിൻ്റെ പ്രിയങ്കരിയായ MLA ശ്രീമതി ഐഷ പോറ്റി, ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ജോസച്ചൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഭാ കൗൺസിൽ അംഗങ്ങളെ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ, പ്രിയ ദൈവജനമേ, ദൈവനാമത്തിൽ സ്നേഹവന്ദനം. മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിൻ്റെയും സ്തോത്രത്തിൻ്റെയും ദിനമാണ്. നമ്മുടെ അഭിവന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി 96ാമത് വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യം എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയുവാനായിട്ടില്ല. അതുകൊണ്ട് ഇത് സ്തോത്രത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും
അവസരമായി ഞാനിതിനെ കാണുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഈ ചെറിയ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായ അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഊർജ്ജസ്വലതയോടെ ദീർഘവീക്ഷണത്തോടുകൂടെ ദൈവകൃപയിൽ ആശ്രയിച്ച് മാർത്തോമാ സഭയെ ഇന്ന് കാലത്തിനനുസരിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടെ നമുക്ക് ഓർക്കാവുന്ന വസ്തുതയാണ്. എല്ലാ കാര്യത്തിലും, ചെറിയ കാര്യങ്ങളിൽ പോലും തിരുമേനി ശ്രദ്ധാലുവാണ്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി, ഏറ്റവും ശ്രേഷ്ഠമായി സഭയിൽ നടക്കണമെന്നുള്ള താല്പര്യമാണ് അഭിവന്യ തിരുമേനിക്കുള്ളത്. ഈ ജന്മദിന സമ്മേളനവും ആ വിധത്തിൽ ഏറ്റവും നന്നായി നടക്കണം എന്നുള്ളത് തിരുമേനിയുടെ വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് തിരുമേനി തന്നെയാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത്. അത് തിരുമേനിയുടെ വലിയൊരു ആഗ്രഹവും താല്പര്യവുമായിരുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടുകൂടെ, ആദരവോടുകൂടെ അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി മാർത്തോമാ സഭയുടെ മാത്രമല്ല, ആഗോള സഭയുടെ, ഈ ലോകത്തിൻ്റെ തന്നെ വലിയ സമ്പത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. തിരുമേനിയുടെ ആശയവും നേതൃത്വവും സമൂഹത്തെ വളരെ കാര്യമായി സ്വാധീനിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അഭിവന്യ ബർന്നബാസ് തിരുമേനി പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിച്ചത്, മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം 96 സംവത്സരക്കാലം ഒരു മേൽപ്പട്ടക്കാരനായി, മെത്രാപ്പൊലീത്തയായി ഈ സഭയെയും സമൂഹത്തെയും സേവിപ്പാൻ ദൈവം തമ്പുരാൻ അഭിവന്യ തിരുമേനിക്ക് അവസരം നൽകി എന്നുള്ളത് മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും വളരെ വിനയത്തോടുകൂടി ദൈവസന്നിധിയിൽ സഭയായി നമ്മെ തന്നെ സമർപ്പിക്കുകയും സ്തോത്രം അർപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള അവസരമാണ്. എല്ലാ ആശംസകളും നേരുന്നു. ദൈവം തമ്പുരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും ഉയരത്തിൽ നിന്ന് തുടർന്നും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ ബർന്നബാസ് തിരുമേനി ഇന്ന് ഈ ആരാധനയിലും സമ്മേളനത്തിലും പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. തിരുമേനിയുടെ സാന്നിധ്യം എല്ലായ്പ്പോഴും പ്രോത്സാഹജനമാണ്. അഭിവന്യ ബർന്നബാസ് തിരുമേനിയെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ തീമോഥെയോസ് തിരുമേനി, തിരുമേനിയുടെ ആലോചനയും നേതൃത്വവുമാണ് ഇന്ന് ഇവിടെ വെച്ച് നടന്ന ഈ വിശുദ്ധ കുർബാന ശുശ്രൂഷയും ഈ സമ്മേളനവും എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എല്ലാ കാര്യത്തിലും, ചെറിയ കാര്യങ്ങളിൽ പോലും തിരുമേനി ശ്രദ്ധ ചെലുത്തി എല്ലാം ഭംഗിയായി ക്രമീകരിക്കുന്നതിന് വളരെ ശ്രദ്ധയോടുകൂടെ തിരുമേനി പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ചെയ്തു തന്ന എല്ലാ ക്രമീകരണങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ അഭിവന്യ തീമോഥെയോസ് തിരുമേനിയെ വളരെ ആദരവോടുകൂടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാടിൻ്റെ പ്രിയങ്കരിയായ MLA ഐഷ പോറ്റി ഇന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു. ഈ നാടിന് നല്ല നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരിയായ MLA ശ്രീമതി ഐഷ പോറ്റിയെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. മാർത്തോമാ സഭയുടെ വൈദിക ട്രസ്റ്റിയായ വികാരി ജനറൽ VT ജോണച്ചൻ രാവിലെ മുതൽ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഇതിന് നേതൃത്വം നൽകുന്നു. വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അൽമായ ട്രസ്റ്റി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും ചുക്കാൻ പിടിച്ച് നേതൃത്വം നൽകി. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് വർഗീസ് മാമനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ പ്രിയപ്പെട്ട വികാരി ജനറൽ എ.സി. കുര്യനച്ചൻ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷയിലും പങ്കെടുത്ത നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരെയും വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സഭാ കൗൺസിൽ അംഗങ്ങൾ പലരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട സഭാ കൗൺസിൽ അംഗങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ജോസച്ചൻ ഇതിനെല്ലാം നേതൃത്വം നൽകി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു, എല്ലാം ഭംഗിയാക്കി തീർക്കുന്നതിനെ അധ്വാനം ചെയ്തു. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, മറ്റ് ഈ വിവിധ കമ്മിറ്റികളിൽ ശുശ്രൂഷ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ പങ്കെടുക്കുന്നു. അവരെ എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇത് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ, അവർ രാവിലെ മുതൽ ഇവിടെ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യട്ടെ. വളരെ സന്തോഷത്തോടുകൂടെ ഇന്നത്തെ വിശുദ്ധ കുർബാന ശുശ്രൂഷയിലും ഈ സമ്മേളനത്തിലും പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ വിശ്വാസ സമൂഹത്തെയും എല്ലാവരെയും വളരെ സന്തോഷത്തോടും വിനയത്തോടും കൂടെ സഭയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട് വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയെ പൊന്നാട് അണിയിച്ച് ആദരിക്കുന്നതാണ്. സഭയുടെ ബൊക്കെ സഭയുടെ അൽമായ ട്രസ്റ്റി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നതാണ്. കേക്കിന് പകരം വട്ടയപ്പമാണ്. തിരുമേനിക്ക് ഇഷ്ടമുള്ള വട്ടയപ്പം തന്നെയാണ് ഇന്ന്. കേരളത്തിലെ കേക്കാണ് തിരുമേനി കട്ട് ചെയ്യാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് വട്ടയപ്പം എന്ന് പറയുന്ന കേക്ക് തന്നെ. Happy birthday to you. Happy birthday to you. Happy birthday dear Tiffany. Happy birthday to you. May the good Lord bless you. May the good Lord bless you. May the good Lord bless you. അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതാണ്. ആരാധ്യനായ മാർത്തോമാ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനി, സഹോദര എപ്പിസ്കോപ്പന്മാരെ, വികാരി ജനറൽമാരെ, വന്യവൈദികരെ, സഭാസ്ഥാനികളെ, ഈ ഭദ്രാസനത്തിൻ്റെ ചുമതല നിർവഹിക്കുന്ന ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ, ഔദ്യോഗിക ഭാരവാഹികളെ, വന്നുകൂടിയിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ സ്ഥലത്തെ ജനപ്രതിനിധി MLA
ഇവിടെ സാന്നിധ്യം വളരെ സന്തോഷകരമാണ്. ഏവർക്കും എൻ്റെ വന്ദനം. 9.5 ദശകം പിന്നിട്ട് ഒരു ശതവത്സരത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി ഇനിയും 5 വർഷം കൂടിയുണ്ട്. ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുന്നത്, അത് പറയാൻ കാരണവും 90ാമത് ജന്മദിനത്തിലേക്ക് തിരുമേനി പ്രവേശിച്ചപ്പോൾ ഭാരതത്തിൻ്റെ അഭിമാന ഭാജനമായിരുന്ന LK അഡ്വാനി, അന്നത്തെ ഓപ്പോസിഷൻ ലീഡർ പാർലമെൻറ്റിലെ, തിരുമേനിയോട് യാത്ര പറഞ്ഞപ്പോൾ പറഞ്ഞ വാചകങ്ങൾ എൻ്റെ സ്മരണയിൽ വന്നതുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാവരും ക്രിക്കറ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ക്രിക്കറ്റിൻ്റെ ഭാഷയിലാണ് പറഞ്ഞത്, നൗ യു ഹിറ്റ് 90, ഇപ്പോൾ 90 അടിച്ചു കഴിഞ്ഞു. വെൻ യു ഹിറ്റ് ദ സെഞ്ച്വറി ഐ വിൽ കം ആൻഡ് ഗ്രീറ്റ് യു. നിശ്ചയമായിട്ടും അത് ഇരുവർക്കും അത് അസാധ്യമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കട്ടെ. എന്നാൽ ഈ കാലഘട്ടത്തിനിടയിൽ പല വിധത്തിലുള്ള ശോധനകൾ ഉണ്ടായിരുന്നു ശാരീരികമായുള്ള രംഗത്ത്. എന്നാൽ അത്ഭുതകരമായ വിധത്തിൽ ദൈവം താങ്ങി നടത്തിയത് നാം ഈ സമയത്ത് ഓർക്കണം. തക്ക സമയത്ത് വേണ്ടതായുള്ള പരിചരണങ്ങൾ ലഭിക്കത്തക്ക സാഹചര്യങ്ങളിലായിരുന്നു ക്ഷീണതകൾ ഉണ്ടായത്. അതുകൊണ്ട് നിമിഷങ്ങൾക്കകം തന്നെ വൈദ്യസഹായം ലഭിക്കുന്നതിനും സൗഖ്യത്തിലേക്ക് മടങ്ങി വരുന്നതിനും ദൈവം ഇടയാക്കിയതായുള്ള അവസരങ്ങൾ നിരവധിയാകും. അതും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ എത്ര അപ്രമേയമാകുന്നു എന്ന് നമുക്ക് ഓർക്കാം. തിരുമേനി ഒരു ശുപാർശനായിരുന്ന കാലഘട്ടം മുതൽ അടുത്ത് പരിചയപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരു പട്ടക്കാരനായിരുന്ന കാലഘട്ടത്തിലും പരിചയപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞാനും ഒരു പട്ടക്കാരനായി തീർന്നപ്പോൾ ഏറ്റവും കൂടുതൽ കാലഘട്ടം തിരുമേനിയുടെ ഡയസിസിലാകുന്നു ശുശ്രൂഷിപ്പാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ അനുസ്മരിക്കുന്നു. മേൽപ്പെട്ട സ്ഥാനത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം തിരുമേനി ഊരിയിട്ട ചെരുപ്പുകളിലേക്ക് മാത്രമാണ് ഓരോ ഭദ്രാസനങ്ങളിലേക്ക് ഞാൻ എൻ്റെ കാലിടുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതും ദൈവം നൽകിയ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴും അതുതന്നെയാണ് അനുഭവം. ഞാൻ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർക്കുന്നു. അങ്ങനെ തിരുമേനി സഭയെ നയിച്ചതായുള്ള പാതകളിലൂടെ അനുസ്യൂതം പ്രവർത്തിപ്പാനായിട്ട് ദൈവം ഇടയാക്കി. ഈ ഭദ്രാസനങ്ങളെല്ലാം തിരുമേനിയുടെ സേവനങ്ങളിലൂടെ ലഭിച്ചതായുള്ള ഒരു ദർശനം എബ്രഹാം മാർത്തോമായുടെ 40കളുടെ മധ്യത്തിലുള്ള ഒരു പ്രാർത്ഥനയുടെ പ്രതിഫലനമാണ്. ആ കാലഘട്ടത്തിലാണ് തിരുമേനി മാർത്തോമാസഭയിൽ ഒരു വൈദികനായി തീർന്നത്. അതെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓ ഗോഡ് സ്കാറ്റർഡ് മൈ പീപ്പിൾ, എൻ്റെ ദൈവമേ എൻ്റെ ജനത്തെ നീ ഒന്ന് ചിതറിക്കണമേ. അതുവരെയും നമ്മൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ള വീടുകൾ കാണുന്ന ആ ഒരു പ്രത്യേക ജീവിയുണ്ടല്ലോ ഒരുമിച്ചിരിക്കുന്ന പോലെ, അതുപോലെ ഭാരതപ്പുഴയ്ക്ക് തെക്കും ഇത്തിക്കരയാറിന് വടക്കും തെക്കോട്ടധികം ഇല്ല. ഇങ്ങനെ ഒഴിഞ്ഞുകൂടിയിരുന്നാൽ ഒരു ജനത്തെയാണ് അന്ന് തിരുമേനി അന്ന് കണ്ടത്. തിരുമേനി പറഞ്ഞു, എൻ്റെ ദൈവമേ എൻ്റെ ജനത്തെ നീ ഒന്ന് ചിതറിക്കണമേ. എന്തിനു വേണ്ടി? നിങ്ങൾ ഇവിടെ പാർത്ത് പരിശുദ്ധാത്മശക്തി ലഭിച്ച് ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുവാൻ. ആണ് നിയോഗം.
അപ്പോസ്തല പ്രവൃത്തികളിൽ വിശ്വാസ സമൂഹം കർത്താവിൻ്റെ അമ്മയോടുകൂടെ ചേർന്ന് പുതിയ വാഗ്ദാനത്തിനു വേണ്ടി കാത്തിരുന്നപ്പോൾ നൽകിയ ആ വാഗ്ദാനത്തിൻ്റെ ധ്വനി മുഴങ്ങി നിൽക്കുന്ന സന്ദർഭത്തിലാണ് തിരുമേനി സഭയിലെ പട്ടത്വ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. മറ്റൊരു കാര്യം കൂടി ഓർക്കുവാനുണ്ട്. തിരുമേനി പഠിച്ച പള്ളിക്കൂടങ്ങളിലാണ് ഞാനും പഠിച്ചത്. മാരാമണ്ണായിരുന്നു വരെങ്കിലും, അതുപോലെ തന്നെ കോഴഞ്ചേരിയിലായിരുന്നു വരെങ്കിലും, ആലുവ കോളേജിലായിരുന്നു വരെങ്കിലും, ബാംഗ്ലൂർ തിയോളജിക്കൽ സെമിനാരിയിലായിരുന്നാലും അവിടെ എല്ലാം തന്നെ ഞങ്ങൾ ഒരു കളരിയിൽ തന്നെ പഠിച്ചവരാണ്. അത് എപ്പോഴും ഞാൻ അത് പല വിധത്തിലും അനുഗ്രഹീതമായി ഞാൻ കരുതിയിട്ടുമുണ്ട്. എന്നാൽ തിരുമേനിയുടെ പ്രവർത്തന കാലഘട്ടത്തിലേക്ക് നാം നോക്കുമ്പോൾ തിരുമേനി വളരെ ബൃഹത്തായിരിക്കുന്നൊരു വിശാലമായ ഒരു വീക്ഷണമാണ് നമ്മുടെ സഭയിലുണ്ടായിരുന്ന എപ്പിസ്കോപ്പന്മാരുടെ കൂട്ടത്തിൽ നിർവഹിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ ജനം നമ്മളൊരു ഡിനോമിനേഷൻ മാത്രമല്ല, ഇതര മതവിശ്വാസികൾ ഉൾക്കൊള്ളുന്ന വലിയൊരു സമൂഹമാകും. അതിൻ്റെ നിദർശനമാണ് തിരുമേനി പ്രത്യേകിച്ച് ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് വിരമിച്ച് സഭയുടെ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്ന് കൂടുതൽ വിശാലമായ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമസ്ത ജനങ്ങളുടെയും ആദരവ് അർഹനായി തീർന്ന് പിടിച്ചു പറ്റിയത് ഞാൻ പറയില്ല. തിരുമേനി ഒന്നും പിടിച്ചു പറ്റിയിട്ടില്ല. തിരുമേനിക്ക് ലഭിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. ലഭിച്ചതിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നും പിടിച്ചു പറ്റിയിട്ടില്ല. അത് നാം പ്രത്യേകിച്ച് ഓർക്കണം. എല്ലാവരോടും ഒരുപോലെ, സമ്പന്നരോടും ദരിദ്രരോടും അശരണരോടും ഉള്ള പ്രവർത്തനങ്ങളിലൊക്കെയും നിർലോഭമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതും ഈ സമയത്ത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന ആൾ ദീർഘായുസിനായിട്ട് സ്തോത്രം. ദീർഘായുസ് കൊടുത്തുകൊണ്ട് മാത്രമാകുകയില്ല, എന്നാൽ ആവശ്യങ്ങളിൽ വേണ്ട ബലവും കൈതാങ്ങലും നൽകി, സൗഖ്യവും ബലവും നൽകി ശുശ്രൂഷിപ്പാനായിട്ട് ദൈവം നമുക്കൊരു ദാനമായിട്ട് നൽകിയിരിക്കുകയാണ്. ഈസ് എ ഗോഡ്സ് ഗിഫ്റ്റ് ടു us. ഈസ് എ ഗോഡ്സ് ബ്ലെസ്സിങ് ടു ദി എൻ്റയർ ഹ്യൂമാനിറ്റി. അത് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. അതിനകത്ത് മതവിശ്വാസമില്ല, വർഗവ്യത്യാസമില്ല, ഭാഷാവ്യത്യാസമില്ല, അതുപോലെ തന്നെ സാംസ്കാരിക വ്യത്യാസവുമില്ല. എല്ലാത്തിലും ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സ്നേഹിച്ച ലോകത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവിൽ പൂർണ്ണതയിൽ സേവിപ്പാനായിട്ട് തിരുമേനിയുടെ ഈ നിയോഗം നമുക്കേവർക്കും കൈമുതലായിരിക്കട്ടെ. എന്നാൽ അതിലൊക്കെ ചിലർ അസ്വസ്ഥത കാണിക്കുന്നവരുണ്ട്. തിരുമേനിക്ക് നേരിട്ട് എഴുതുന്നുണ്ടോ എനിക്കറിയാൻ പാടില്ല, അത് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ധാരാളം എഴുത്തുകൾ വരുന്നുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ സംശയമുള്ളവർ നേരിട്ട് അങ്ങ് എഴുതി ചോദിച്ചാൽ മതി. വെറുതെ എനിക്ക് എഴുതി വെറുതെ മെയിലിന് കാശ് ചിലവാക്കേണ്ട കാര്യമില്ല. ഞാൻ മറുപടി അയക്കത്തില്ല എന്നുള്ളത് വളരെ നേരത്തെ, അങ്ങനത്തെ കത്തുകൾക്ക് മറുപടി അയക്കത്തില്ല എന്നുള്ളത് അവരുടെ അനുഭവത്തിലും അറിയാവുന്നതാണ്. ഏതായാലും തിരുമേനിയുടേതായിരിക്കുന്ന ആ വിശാലമായിരിക്കുന്ന വീക്ഷണം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അത് ഉത്സാഹത്തോട് നമ്മുടെ പിന്തുടരുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. രാഷ്ട്രീയ ചിന്താഗതികൾക്ക് അതീതമായി, സാമുദായിക ചിന്തകൾക്ക് അതീതമായി, ദൈവവിശ്വാസം ഉള്ളവരെയും ഇല്ലാത്തവരെയും ഒരുപോലെ ദൈവം സ്നേഹിക്കുന്നുവെന്ന് സാക്ഷിപ്പാനായി നമുക്ക് ദൈവം വളരെ വിശാലമായ വീക്ഷണം നൽകട്ടെ. പക്ഷെങ്കിൽ ഒരു കാര്യം മറന്നു പോകരുത്. ഈ വീക്ഷണത്തിൽ പോയി ഉള്ളിലുള്ളതൊക്കെ വിട്ടുകളയരുത്. അത് നാം പ്രത്യേകിച്ച് ഓർക്കണം. പലപ്പോഴും നമുക്ക് വരുന്നത് അതാണ്. ഉള്ളിലുള്ളതിൽ ഉറപ്പില്ലെന്ന് വരികിൽ പോയിരുന്ന സ്ഥാനങ്ങളിലൂടെ അങ്ങ് പതറിപ്പോകും. ഉള്ളിലുള്ളതായ ആ ആത്യന്തികമായിരിക്കുന്ന ആളുടെ ദൈവവിശ്വാസം, യേശു ക്രിസ്തു ദൈവപുത്രൻ, രക്ഷിതാവ് എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് രക്ഷിതാവായിരിക്കുന്നത്
കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, ദൈവം സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചത്തിൻ്റെ സകല സൃഷ്ടികളെ ഉൾക്കൊള്ളുന്നതായ രക്ഷണ്യ സുവിശേഷം പ്രസംഗിപ്പാനായിട്ട് തിരുമേനി ഈ 95 സംവത്സരക്കാലവും പ്രവർത്തിച്ചു. തുടർന്നും 1/2 ദശാംശം നമ്മുടെ മുമ്പിലുണ്ട്. ആ ദശാംശം പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെ 100ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബൃഹത്തായ വിധത്തിൽ അതാചരിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഞാൻ തിരുമേനിക്ക് എല്ലാ ജന്മദിനാശംസകളും മാർത്തോമാ സഭയുടെ പേരിലും സഭയുടെ വിവിധ സംഘടനകളുടെ പേരിലും ഓരോ ഡയോസിസിൻ്റെ പേരിലും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ അഭിവന്യ തോമസ് മാർ തീമോത്തിയോസ് തിരുമേനി ഇപ്പോൾ 2 വാക്ക് സംസാരിക്കും. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനി 96ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന സമാദരണീയനായ അഭിവന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിവന്യ ബർന്നബാസ് തിരുമേനി, സ്ഥലം ആദരണീയായ MLA ശ്രീമതി ഐഷ പോറ്റി, സഭാ സെക്രട്ടറി, സഭാ ട്രസ്റ്റി, സഭയിലെയും സഹോദരി സഭകളിലെയും പ്രിയപ്പെട്ട വൈദികർ, സഭാ ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, കർത്താവിൽ പ്രിയ ദൈവജനമേ, 96ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ എല്ലാം സ്നേഹ ആദരവുകൾക്ക് പാത്രീഭൂതനായിരിക്കുന്ന വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് ജന്മദിനാശംസകൾ നേരിടുവാൻ ദൈവം തമ്പുരാൻ ഒരവസരം കൂടെ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സഭയായി എന്ന് ക്രമീകരിക്കുന്ന ഈ സ്തോത്ര പ്രാർത്ഥന, സ്തോത്ര ശുശ്രൂഷ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൽ വെച്ച്, പ്രത്യേകിച്ച് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ വെച്ച് നടത്തുവാൻ പ്രിയപ്പെട്ട മെത്രാപ്പൊലീത്ത തിരുമേനി അനുവദിച്ച് ക്രമീകരണം ചെയ്തതിൽ പ്രത്യേകമായിട്ട് സന്തോഷം അറിയിക്കുകയാണ്. ഈ ഭദ്രാസനത്തിന് ലഭിച്ച വീണ് കിട്ടിയ ഒരവസരമാണ്. സാധാരണയായി ഇങ്ങനെയുള്ള സഭയുടെ പൊതുപരിപാടികൾ തിരുവിലായിലോ മാരാവണ്ണോ ഒക്കെ വെച്ച് നടത്തുകയാണ്, കോടിഞ്ചേരിലോ ഒക്കെ വെച്ച് നടത്തുകയാണ് പതിവ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് 2 ആഴ്ചകൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട സഭാ സെക്രട്ടറിയുടെ മെത്രാപ്പൊലീത്ത തിരുമേനി അറിയിച്ചത് നമ്മുടെ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ജന്മദിനം ജൂബിലി മന്ദിരത്തിൽ വെച്ച്, ഈ ചാപ്പലിൽ വെച്ച് വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതാണ്, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന്. അത് ഈ ഭദ്രാസനത്തെ സംബന്ധിച്ച് വലിയൊരു പദവിയായി കരുതുന്നു. ഇത്രത്തോളം ഈ ഭദ്രാസനത്തെ നയിച്ച വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയെ ഇവിടെ വെച്ച് ഒന്ന് ആദരിക്കാൻ ലഭിക്കുന്ന അവസരം ഏറ്റവും സന്തോഷപ്രദമാണ്. ഒരു പട്ടക്കാരനായി ഈ ഭദ്രാസനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട തിരുമേനി, ഒരു ഭദ്രാസന എപ്പിസ്കോപ്പായി ഈ പ്രദേശങ്ങളിൽ ഭദ്രാസന നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട തിരുമേനി ദൈവം ഈ സഭയ്ക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് നൽകിയ വലിയ ഒരു ദാനമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണല്ലോ പ്രിയപ്പെട്ട തിരുമേനി. സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ, മറ്റാരിലും ദർശിക്കാൻ കഴിയാൻ പാടില്ലാത്ത വിധത്തിലുള്ള ധാരാളം സവിശേഷതകളുടെ ഒരാൾ രൂപമാണ് പ്രിയപ്പെട്ട തിരുമേനി എന്ന് പറയുന്നതിൽ അല്പം പോലും അതിശയോക്തിയില്ല. പ്രിയപ്പെട്ട തിരുമേനിയുടെ ഏറ്റവും അനുഗ്രഹീതവും ധന്യവും നിസ്തുലവും വ്യക്തിത്വവുമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭയ്ക്ക് മാത്രമല്ല സമൂഹത്തിനെല്ലാം എല്ലാ അതിർവരമ്പുകളെയും, മനുഷ്യനിർമ്മിതമായ എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട്, ഭേദിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്നേഹവും ജനങ്ങളുടെ ആദരവും ഒക്കെ സ്വീകരിപ്പാൻ പ്രിയപ്പെട്ട തിരുമേനിയെ ദൈവം ഇടയാക്കുന്നു. അതിൽ നാം അഭിമാനം കൊള്ളുകയാണ്. ഈ നാളുകളിലൊക്കെ വാർത്തകൾ പ്രിയപ്പെട്ട തിരുമേനി നിറഞ്ഞിരിക്കുകയാണ്. തിരുമേനി എവിടെയൊക്കെയാണ്, തിരുമേനി കടന്നു ചെല്ലാത്ത ഏതെങ്കിലും ഒരു മേഖലകളുണ്ടോ എന്നുള്ള സംശയമാണ്. ആർക്കും കടന്നു പറ്റാൻ നിവൃത്തിയില്ലാത്ത മേഖലകളിലേക്കെല്ലാം തിരുമേനി കടന്നു ചെല്ലുന്നുണ്ട്. തിരുമേനിക്ക് എത്തിപ്പറ്റാൻ വയ്യാത്ത ഒരു മേഖലയുമില്ല. അത് ശാസ്ത്ര മേഖലയാകട്ടെ, സാഹിത്യ മേഖലയാകട്ടെ, രാഷ്ട്രീയ മേഖലയാകട്ടെ, വിവിധ മത വേദികളിലാകട്ടെ, എല്ലായിടവും തിരുമേനി ഒരുപോലെ സ്വീകാര്യനാണ്. നാം അതിൽ അഭിമാനം കൊള്ളുന്നു. തിരുമേനിയുടെ നേതൃത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രിയപ്പെട്ട തിരുമേനി. ദൈവകൃപ ധാരാളമായി അനുഭവിച്ച് തൻ്റെ ജീവിതത്തിലൂടെ ദൈവകൃപ മറ്റുള്ളവരിലേക്ക് വ്യാപനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട തിരുമേനിയുടെ അല്പം സമയം ചെലവഴിച്ചാൽ അത് ആർക്കും ഒരു അനുഗ്രഹത്തിന് മുഖാന്തരമാണ്.
വളരെ ഗഹനമായ ചിന്തകളോടൊപ്പം തന്നെ നർമ്മം ചാലിച്ചുള്ള സംഭാഷണങ്ങൾ. കഴിഞ്ഞ ദിവസം ജന്മദിനം ആഘോഷിക്കാനായി ആശംസകൾ അറിയിക്കാനായി ജൂബിലി ഹോമിൽ ഞാൻ ചെന്നു. അപ്പോൾ എൻ്റെ കൂടെ സഭയിലെ മറ്റൊരു വൈദികൻ ബഹുമാനപ്പെട്ട കുര്യൻ തോമസ് അച്ഛനുണ്ടായിരുന്നു. തിരുമേനി ഞങ്ങൾ ചെന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ജോലിക്കാരോട് പറഞ്ഞു ചായയൊക്കെ കൊണ്ടുപോകാൻ. ചായയും കൊണ്ടുവന്നു, കേക്കും കൊണ്ടുവന്നു. കേക്ക് ഞങ്ങൾ രണ്ടുപേരും അല്പം ആസ്വദിച്ച് കഴിഞ്ഞ് തിരുമേനിക്ക് അല്പം നീട്ടി. കൊള്ളാം അത് അവിടെ ഇരിക്കട്ടെ, അടുത്ത വർഷം കൂടെ എനിക്ക് ജന്മദിനം ആഘോഷിക്കണമെന്നുണ്ട്. മനസ്സിലിരിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. വളരെ നർമ്മരസത്തോടുകൂടി നമ്മുടെ സംഭാഷണങ്ങളിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന പ്രിയപ്പെട്ട തിരുമേനി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി എനിക്ക് വേദികൾ എവിടെയെങ്കിലും പോയി പറയാമല്ലോ, ഒരു മെത്രാച്ചൻ്റെ മനസ്സിലിരിപ്പ് ഇതാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് പറയരുതേ എന്ന് പറയുകയുണ്ട്. ഏത് സാഹചര്യത്തിലും വളരെ സംഭാഷണം വളരെ നേരം ദൈർഘ്യമാകിയാലും അല്പം പോലും നമ്മൾ മുഷിച്ച് തോന്നാത്ത വിധത്തിൽ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നല്ല സംഭാഷണ ചാതുര്യമുള്ള പ്രിയപ്പെട്ട തിരുമേനി. ഏതൊരാളിനോടും ഒരുപോലെ ഇടപെടുവാൻ, കൊച്ചു കുഞ്ഞുങ്ങളോടാകട്ടെ പ്രായമുള്ളവരാകട്ടെ ഏത് പ്രായക്കാരോട് ഒരുപോലെ ഇടപെടുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾ. തിരുമേനിയുടെ കൂടെ അരമണിക്കൂർ ചെലവഴിച്ചാൽ കേൾക്കുന്ന കഥകൾ വളരെയധികമാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ ചോദിച്ചു, എൻ്റെ തിരുമേനി 10-60 വർഷം മുമ്പ് നടന്ന ഈ കഥകളൊക്കെ എങ്ങനെ ഇതുപോലെ ഓർത്തിരിക്കുന്നു? ഇതൊരു ദൈവകൃപയാണല്ലോ. അല്പം പോലും മറക്കാതെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പഴയ കഥകളെല്ലാം തന്നെ ഓർത്ത് പറയുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവ്. വളരെയധികം അനുഭവങ്ങളുടെ ഉടമസ്ഥനായിരിക്കുന്ന പ്രിയപ്പെട്ട തിരുമേനി, ദൈവം നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്ന ദാനമാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ 96-ാമത്തെ വയസ്സിലും സൗന്ദര്യത്തിൻ്റെ വലിയൊരു ആസ്വാദകൻ, ഒരു സൗന്ദര്യം തെളുമ്പി നിൽക്കുന്ന ഒരു മുഖം. എവിടെ പോയാലും അത് 18-കാരും 20-കാരും ഒക്കെ തോറ്റുപോകുന്ന എൻ്റെ വിചാരം തിരുമേനിയുടെ വേഷവും തിരുമേനിയുടെ മാലയും തിരുമേനിയുടെ വസ്ത്രധാരണയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. തിരുമേനി താമസിക്കുന്നിടും അതുപോലെ തന്നെ തിരുമേനി അതുപോലെ തന്നെ സൗന്ദര്യത്തിൽ നല്ല എസ്തെറ്റിക് സെൻസ്, അതിൽ അഭിമാനം കൊള്ളുന്നു. തിരുമേനിയുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭദ്രാസനത്തിൽ ഈ അവസരം ലഭിച്ചത് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. തിരുമേനിയുടെ പുതിയ വർഷം എല്ലാ വിധത്തിലും പുത്തൻ ഉണർവുകൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് തുടർന്ന് തിരുമേനിയിൽ കൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, സഭയായി നാം അടുത്ത ദിവസങ്ങളിൽ തിരുമേനിയുടെ എപ്പിസ്കോപ്പൽ സ്ഥാനാഭിഷേകത്തിന് 60 വർഷം കൊണ്ടാടാനായിട്ട് പോവുകയാണ്. എത്രയോ അപൂർവമായ ഒരു അവസരം. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. സൃഷ്ടായുസ് ഏറ്റവും അനുഗ്രഹകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ MLA ശ്രീമതി ഐഷ പോറ്റി. എല്ലാവർക്കും ഏറ്റവും സ്നേഹമുള്ള വലിയ തിരുമേനി, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന തിരുമേനി, ഈ വേദിയിലുള്ള സംപൂജ്യരായ തിരുമേനിമാർ, അഭിവന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, ഈ സഭയുടെ ഭാരവാഹികളെ, അഭിവന്ദ്യരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസി സുഹൃത്തുക്കൾ, പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാരെ, വാസ്തവത്തിൽ അളവറ്റ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഇന്നത്തെ കൊല്ലത്തെ DDC ഒഴിവാക്കി. സാധാരണ എന്നും പോയി നാട്ടിലെ ആവശ്യങ്ങൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദിവസമാണെങ്കിലും തിരുമേനിയുടെ ഈ ഇവിടുത്തെ ഒരു പ്രസൻസിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ അതൊന്നും ഒഴിവാക്കിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാലും ജനങ്ങൾക്ക് നഷ്ടപ്പെടാതെ ഞാൻ നോക്കിക്കോളാം. തീർച്ചയായിട്ടും തിരുമേനിയുടെ നല്ല വാക്കുകൾ ഞാൻ ഹൃദയത്തിൽ തട്ടി പറയും. എനിക്ക് ഏറ്റവും കൂടുതൽ ആദരവുണ്ട്. ഇവരെല്ലാവരോടും വളരെ ബഹുമാനം തന്നെ. തിരുമേനിയോട് പ്രത്യേകമായിട്ടും കുട്ടികൾ പോലും പറയുന്ന ആ വാക്കുകൾ കേട്ടാൽ, അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹത്തെ പറ്റി കേൾക്കുന്നത് എല്ലാം ഒരു സന്തോഷമാണ്. ഈ സ്നേഹം, നന്മ സമൂഹത്തിലാകെ പ്രസരിച്ചുകൊണ്ട് മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ എന്നെന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യവും എന്നും കൊടുക്കണം. 100-ാം പിറന്നാൾ നമുക്ക് ഇവിടെ തന്നെ ആഘോഷിക്കണം. തീർച്ചയായിട്ടും കൊട്ടാരക്കരയിൽ തന്നെ അന്ന് നമുക്ക് കുറച്ചുകൂടി ഗംഭീരമാക്കിയിട്ട് കുറേ കൂടി കുട്ടികളെയൊക്കെ എത്തിക്കൊണ്ട് തീർച്ചയായിട്ടും അതിവിടെ തന്നെ ആകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുമേനിക്ക് എല്ലാവിധ ആശംസകൾ, പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാനും ഒരു വാക്ക് പറയാനും അവസരം കിട്ടിയതിനുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അഭിവന്യ വലിയ മെത്രാപ്പൊലീത്തായുടെ ജന്മദിന ആശംസകൾ ബൊക്ക മുഖേന നൽകുവാൻ വേണ്ടി സുവിശേഷ പ്രസംഗ സംഘം ട്രഷറർ ശ്രീ PP അച്ചകുഞ്ഞിനെ ക്ഷണിക്കുന്നു.
കൊട്ടാരക്കര YMCA രക്ഷാധികാരി റവറൻ ഫാദർ അലക്സ് പി സക്രിയ. ജൂബിലി മന്ദിരത്തിന് വേണ്ടി ട്രഷറർ പ്രൊഫസർ ഡോക്ടർ കെ ദാനിയേലുകുട്ടി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അഭിവന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ മറുപടി പ്രസംഗത്തിനായിട്ട് നമുക്കിപ്പോൾ കാതുകൾ ഓർക്കാം. മറുപടി പ്രസംഗം. ഒരു കുട്ടി അവൻ്റെ സ്നേഹിതൻ്റെ ബർത്ത്ഡേക്ക് പോയി. ബർത്ത്ഡേക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അമ്മ ചോദിച്ചു, ഹൗ വാസ് ദ ബർത്ത്ഡേ പാർട്ടി? ഉടനെ അവൻ പറഞ്ഞു, ടു ഫുൾ ഫോർ വേർഡ്സ്. അതിൻ്റെ അർത്ഥം അവൻ ഉദ്ദേശിച്ചത് ഒത്തിരി കഴിച്ചു, വയറ് നിറഞ്ഞു മിണ്ടാൻ വയ്യ. എന്നാൽ അവൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടുത്തെ അനുഭവം എന്നെ സന്തോഷം കൊണ്ട് നിറച്ചു, അത് വാക്കിൽ പറയാൻ എനിക്ക് പ്രാപ്തമല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഉള്ള വലിയ ഒരു ഭാഗ്യം, പാപിയെയും കൊല്ലരുതാത്തവനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ നിലയിലാകാൻ ഒക്കുകയില്ല. യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ അറിയുന്നതിനും അനുഭവിക്കുന്നതിനും ദൈവത്തിൽ സന്തോഷിക്കാൻ സാധിക്കുന്നതിനും സാധിച്ചത് എൻ്റെ വലിയ ഭാഗ്യം. രണ്ടാമതായിട്ട് എൻ്റെ കുടുംബം, അവര് എല്ലാവരുടെയും സ്നേഹം, കരുതൽ. എന്നാൽ ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടിടത്തോളം മറ്റാരുമായിട്ട് ഞാൻ വഴക്കിട്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് വഴക്കിടാൻ പഠിപ്പിച്ച ഒരു സ്ഥലമാണ്. നിങ്ങൾ ആർക്കെങ്കിലും അത് കൂടുതലായി പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിലോട് വന്നേച്ചാൽ മതി. എന്നാൽ എൻ്റെ കുടുംബത്തിൽ നിന്നാണ് എൻ്റെ അനുഗ്രഹങ്ങളിൽ അധികവും എനിക്ക് ലഭിച്ചത്. ദൈവം കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് എൻ്റെ സഭ. ഞാൻ എൻ്റെ എന്നൊക്കെ പറയുന്നത് ശരിയല്ല, അതെല്ലാവരുടെയും ആണെന്ന് എനിക്കറിയാം. എന്നാൽ അതെനിക്ക് ലഭിച്ചത് കഴിഞ്ഞപ്പോൾ അതെൻ്റേതാണ് എന്ന് തോന്നിപ്പോൾ. മനുഷ്യനാകുന്നത് സമൂഹത്തിൽ അല്ല. ഈ തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനമുണ്ട്, ഗവൺമെൻറ് നടത്തുന്ന ഫ്രീ ഭക്ഷണം, വസ്ത്രം, കാവൽ,
എല്ലാം നമുക്ക് ഫ്രീയാണ്. അവിടെ അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസമുണ്ട്. എന്നാൽ വളരെ ചുരുക്കം ആളെ അവിടെ ഇപ്പോൾ ഉള്ളൂ. എന്നിട്ട് വീടില്ലെന്നും പറഞ്ഞുകൊണ്ട് നടക്കാം. അതിൻ്റെ പേരാണ് സെൻട്രൽ ജയിൽ. അവിടെ ചെന്ന് കയറാൻ വലിയ പ്രശ്നമൊന്നും അവരുടെ ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി. ഞാൻ പറഞ്ഞത് എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. ഞാനവിടെ സാധാരണ പോകുമായിരുന്നു, കുറഞ്ഞ വർഷം മാസത്തിൽ. അപ്പോൾ എല്ലാവരും പറയും, തിരുമേനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങളിവിടെ കാണും, അവർക്ക് പോകണം. അപ്പോൾ മനുഷ്യനെ അവൻ്റെ മേലെ ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ നിന്ന് അവനെ മാറ്റി. കരിക്കമ്പില്ല എന്ന് പറഞ്ഞ് തിരുവല്ല ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു വലിയ മേർഡർ കേസാണ്. 3 പേരെ ജയിലിലിട്ടു. ഒരു കെനിയാക്കാരനൊരു ക്രിസ്ത്യാനി അതിലുണ്ടായി. അവൻ എൻ്റെ പേർക്ക് എഴുതി, ബിഷപ്പ് ഇവിടെ വരും, പ്രസംഗിക്കും, മലയാളത്തിലാണ് പ്രസംഗിക്കുന്നത്, നിങ്ങൾ കാണും, അതുകൊണ്ട് എനിക്ക് കൂടാൻ ഒക്കുകയില്ല. പിന്നെ പറഞ്ഞതൊക്കെ കേൾക്കുമ്പം എനിക്ക് ബിഷപ്പിനോട് സംസാരിക്കും. അതുകൊണ്ട് ബിഷപ്പ് എന്നെ കാണാൻ ഇവിടെ വരും. ഞാൻ പോയി അവിടെ ചെന്നു. പോലീസുകാരും പറഞ്ഞു, അങ്ങനെ ആരെയും ഇവരെ തന്നെ വിടാൻ പാടുന്ന നിയമം. ഞാൻ എന്തിനാ മെനക്കെടുന്ന തിരുമേനിയല്ലോ, ഞാനങ്ങ് പോകുന്നത്. അയാൾ എന്നോട് പറഞ്ഞു, ബിഷപ്പ്, ഐ ആം എ പ്രിസണർ ഇൻ ദിസ് ജയിൽ. ഞാൻ പറഞ്ഞു, ഐ നോ ദാറ്റ്. ഉടനെ അവൻ പറഞ്ഞു, യു ഡു നോട്ട് നോ ദാറ്റ്. ഞാൻ പറഞ്ഞു, അറിയാം. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്, ഈ കരിക്കമ്പില്ലായി കൊന്നേച്ച് വന്ന പുള്ളിയാ പോലീസ് അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ അവനോട് പിണങ്ങിയ എനിക്കെന്തോ വരും എന്നുള്ള പേടി കൊണ്ട് ഞാൻ പറഞ്ഞ സമ്മതിച്ചത്. നീ എന്തുകൊണ്ട് അങ്ങനെ പറയാം? അവൻ പറഞ്ഞു, ഇവിടെ എല്ലാവരും മലയാളത്തിലാണ് സംസാരിക്കുന്നത്, എനിക്ക് മലയാളം അറിഞ്ഞു, അതുകൊണ്ട് ഇവർ സംസാരിക്കുന്നതൊന്നുമില്ല, എനിക്ക് ആ കൂട്ടുകാരും. ഇവിടെ ഇവരുടെ സ്വന്തക്കാരാരെങ്കിലും ഇവരെ കാണാൻ എല്ലാ ആഴ്ചയും വരും. ഞാൻ ജയിലിലായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പൻ വന്നു. പിന്നെ എന്നെ കാണാൻ വന്നത് ബിഷപ്പാണ്. എനിക്ക് സമൂഹം നഷ്ടപ്പെട്ടു. ഈ സമൂഹം തന്നെ എനിക്കില്ല. ഇന്ന് വലിയ ആവശ്യമല്ല. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചു. കർത്താവിൻ്റെ വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് പറയാം, ആൾക്കൂട്ടം. എവിടെയൊക്കെ കർത്താവ് ഉണ്ടായിരുന്നു അവിടെ വലിയ ആൾക്കൂട്ടം. അതായത് മനുഷ്യ സമൂഹവുമായുള്ള ബന്ധത്തിലാണ് മനുഷ്യൻ പൂർണ്ണ മനുഷ്യനാണ്. സമൂഹം ഒരു മോണോ എലമെൻ്റ് അല്ല, അത് പലതെല്ലാം ഒരുമിച്ച് ചേർക്കണം. വ്യത്യസ്തത ആവശ്യമാണ്. ഇല്ല, എൻ്റെ വലത്തുവശത്തിരിക്കുന്ന തിരുമേനി സമർത്ഥനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ചിലരത് വകുവെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ ദൈവം സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഇതുപോലൊരു മനുഷ്യനെ വേണ്ട. അതുണ്ടാക്കിയ മോൾഡ് പൊട്ടിച്ചു കളഞ്ഞു, ഇപ്പം ഇല്ല.
ഇതിന് മുൻപും പിൻപും ഇതുപോലൊരു മനുഷ്യനുണ്ടായി. ദ യുണീക്നെസ് ഓഫ് ഈച്ച് പേഴ്സൺ. ഇത് വ്യത്യസ്തതകൾ വേണം. എന്നാൽ ഭിന്നത പാടില്ല. വ്യത്യസ്തത ദൈവത്തിൻ്റെ അനുഗ്രഹം, ഭിന്നത ദൈവത്തോടുള്ള മറുപടി. അതുകൊണ്ട് നമുക്ക് ദൈവം നൽകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, നമുക്ക് ആവശ്യമാണ്. ഞാൻ ഒരു ദിവസം ഈ കറ്റാനം ആശുപത്രിയിൽ അവിടുത്തെ ഡോക്ടർ നല്ല പരിചയമുണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് വലിയൊരു ചുമ, ഒരു കോഫ് സെഡറ്റീവ് തരാം. അങ്ങനെ മിണ്ടാതിരുന്നേച്ച് പറഞ്ഞു, തിരുമേനി അങ്ങനെയാണ് ഈ രോഗിക്ക് എന്നാ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി അങ്ങയുടെ രോഗം. അവിടെ ചെന്ന് രോഗം പറയാനല്ലാതെ മരുന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ഞാൻ പറഞ്ഞു രോഗം പറയാതെ മരുന്ന് മാത്രം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അയാൾ പറഞ്ഞ മറ്റേടെ ചികിത്സിക്കാം. ഞാൻ പറഞ്ഞ അറിയാവുന്ന വിധത്തിൽ ഒന്ന് ചികിത്സ നോക്കാം, അത് സൗഖ്യമായില്ലേ നാളെ ഞാൻ വന്ന് സൗഖ്യമാക്കാം. അതെല്ലാം കഴിഞ്ഞ് അയാൾ പറഞ്ഞു, തിരുമേനിക്ക് തൊണ്ടയ്ക്കാ സുഖക്കേടെന്നാല് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു സുഖക്കേട്, എനിക്കങ്ങനെ അറിയാം. അങ്ങനെ സമ്മതിച്ചില്ല. ഒടുക്കം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നീ തരണ്ട, വേറെ ആളുകൾ തന്നോളൂ. അവൻ പറഞ്ഞത് ഈ ആശുപത്രിയുടെ അധിപൻ ഞാനാണ്, എൻ്റെ അനുവാദമില്ലാതെ ഇവിടുന്ന് ഇറങ്ങാൻ പോകാൻ പാടില്ല. തിരുമേനി അവിടെ ഇരിക്കണം. ഞാൻ പറഞ്ഞു നിന്നെ ഇവിടുന്ന് ചാടിക്കാനുള്ള അധികാരം എൻ്റെ മെത്രാപോലിത്തായിക്കൊണ്ട്, പിന്നെ നീ എന്നെ പേടിപ്പിക്കാൻ എന്നാണ്. എന്നാലും അവൻ എന്നെ എല്ലാം എക്സാമിൻ ചെയ്യും. കഴിഞ്ഞ പറഞ്ഞ് തിരുമേനി ഇനിയും പോയിക്കോ, ഞാൻ വൈകിട്ട് അരമനയെ വരും. വന്നേച്ച് പറഞ്ഞു തിരുമേനിക്ക് ഈസ്നോഫീലിയ, എൻ്റെ സുഖക്കേട് ബ്ലഡ് തൊണ്ടയ്ക്ക്. ആ അതുകൊണ്ട് യഥാർത്ഥ സുഖക്കേട് എന്താണെന്ന് അറിയാണ് ചികിത്സ. നമ്മൾ ഫെൽത്ത് നീഡ്സിനാണ് ചെയ്യുന്നത്, ജെനുവിൻ നീഡ്സിനാണ്. ഇതാണ് സമൂഹം എന്ന് പറയുന്നത്. സമൂഹം രൂപാന്തരപ്പെടേണ്ടതാണ് ഇന്ന് വളരെ അത്യാവശ്യം. ഞാൻ 3-4 ദിവസം അമ്പലപ്പുഴ പോയി. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചാണ്. ഒരു വല്യമ്മ അന്തർജൻ അവര് ഈ റെയിൽവേ ലൈനിലോട്ട് കയറാൻ വളരെ ബുദ്ധിമുട്ട്. അടുത്ത് നിന്ന ഒരു മുസ്ലിം ലേഡി കൈക്ക് പിടിച്ച് കയറ്റി. അമ്മ അങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചു. ഞാൻ ഈ അടുത്ത് വരുന്ന ട്രെയിനിൻ്റെ അവിടെ എൻ്റെ തല വെച്ച് മരിക്കാൻ പോവാണ്. അയ്യോ അത് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വലിച്ച് കയറ്റുകയില്ലായിരുന്നല്ലോ, അത് ഏറ്റവും നന്നായി. അപ്പം അമ്മ ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് പോയി. അതായത് അവർ തമ്മിൽ ഗുസ്തി പിടിച്ചത് കൊണ്ട് ആ സമയത്ത് ട്രെയിൻ അങ്ങ് പോയി. ഇവർക്കൊത്തില്ല. അവർ പറഞ്ഞ് നീ എന്നെ ആകെ ചതിച്ചത്, ഇനിയിപ്പം ഞാൻ എന്തോ ചെയ്യും, എന്നെ നോക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ പോരാൻ. അവിടെ ചെന്നവരെ കാണാൻ ഞാൻ പോയി. എന്തോ ഒരു സ്നേഹം അവർ തമ്മിൽ. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനൊരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് ആത്മഹത്യ ആണല്ലോ വേണ്ടി. അന്നേരം നമുക്ക് ഈ സ്റ്റേഷനിൽ പറഞ്ഞ് പോലീസിൽ പറഞ്ഞ് എല്ലാ ഇടപാട് ചെയ്ത് അമ്മയുടെ ആത്മഹത്യക്ക് ഞാൻ ക്രമീകരിച്ച് തരാം.
അമ്മയ്ക്ക് എന്നാ വേണ്ടിയത്, എപ്പോഴാണ് വേണ്ടിയതെന്ന് പറഞ്ഞാൽ മതി. എനിക്കിപ്പം വേണ്ട, മരിക്കാൻ മനസ്സില്ല. ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ അവിടെ വരെ പോയി. അന്നേരം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അവരുടെ കൂടെ വന്ന് താമസിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പം മരിക്കാൻ മനസ്സില്ല. സമൂഹമില്ല, സഹായമില്ല, ഭാവിയില്ലാത്ത അമ്മ സമൂഹവും സഹായവും ഭാവിയുമുള്ള ആളായി തീർന്നപ്പോൾ അമ്മയ്ക്ക് ജീവിക്കും. ഇതാണ് മനുഷ്യത്വം എന്ന് പറയും. ഇന്ന് അനേകര് ദോഷവഴിയിൽ പോകുന്നത് നമ്മൾ ദോഷികളായിരുന്നു. ഈ വലിയ സത്യം സഭ ഘോഷിച്ചു. ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തു ഇവിടെ വന്നപ്പോൾ മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണോ മനുഷ്യനെ ഭൂമിയിൽ ജീവിപ്പിക്കാനാണോ കൂടുതൽ പ്രവർത്തിക്കുക? ഭൂമിയിൽ കൂടി അല്ലാതെ സ്വർഗത്തിൽ പോകാൻ വഴിയോ? അങ്ങനെയുള്ള ആരെ പറ്റിയും ഭൂമിയിൽ ജീവിക്കാതെ സ്വർഗത്തിൽ പോയ ആരെ പറ്റി നിങ്ങൾക്കറിയാം? മരിക്കാതെ സ്വർഗത്തിൽ പോയത്. അതുകൊണ്ട് സമൂഹബോധം ഇതാണ് എനിക്ക് നിങ്ങളോട് ഇനിയും പറയാനുള്ളത്. എൻ്റെ സഭ ഞാൻ മുമ്പേ പറഞ്ഞ എനിക്ക് എൻ്റെ ജീവിതം ധന്യമാണ്. ഞാനൊരു ഇന്ത്യയിലെ ഒരു ക്രിസ്തീയ സഭക്കാരുടെ മീറ്റിംഗ് കൂടിയെടുത്ത് വന്നു. മാർത്തോമ്മ സഭയിലെ ജനങ്ങളെ പോലെ അവരുടെ ബിഷപ്പന്മാരെ സ്നേഹിക്കുന്ന ആരുമില്ല. എൻ്റെ നേരെ മുമ്പിലിരിക്കുന്ന കേരളക്കാരനായ ഒരു കത്തോലിക്ക ബിഷപ്പ് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഒരു കത്തോലിക്ക സഭയുടെ അംഗമായിരുന്നിട്ടുണ്ട്? ഞാൻ പറഞ്ഞില്ല. പിന്നെ എങ്ങനെ അറിഞ്ഞു കത്തോലിക്കരെന്ന് മാർത്തോമാക്കാരേക്കാൾ അവിടെ അത്രയും ബിഷപ്പന്മാരെ സ്നേഹിക്കുന്നു? ഞാൻ പറഞ്ഞു, എൻ്റെ ഡ്രൈവർക്കൊരു മകളുണ്ട്, അവളെ ആണ്ട് 4ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പോയി. കണക്കിന് 100 മാർക്ക് കിട്ടി. ഇനി അവളെ അന്വേഷിക്കണോ? ഇതിൽ കൂടിയ മാർക്കുള്ള ആരുണ്ട് എന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. അപ്പം ഞങ്ങളുടെ പ്രസിഡന്റ് എന്നോട് ചോദിച്ച ബിഷപ്പിനോട് വന്ന് ഇരുന്നോളാം. ഞാൻ ആ ബിഷപ്പിൻ്റെ അവിടെ ഒരു മീറ്റിങ്ങിന് ചെന്നു. അതും എല്ലാ സഭക്കാരും കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിന് സഭയോടുള്ള വലിയ ബഹുമാനം, ഇതെൻ്റേതല്ല, നിങ്ങളുടെ ദാനം. ഇന്ന് നമ്മൾ കഴിവതും മറ്റുള്ളവരിൽ നിന്നും മാറുന്നതിനാണ് ശ്രമിക്കുക. ഞാൻ പറഞ്ഞ ആ അന്തർജനം ആ മുസ്ലിം സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒഴിവായിട്ട് സൂയിസൈഡ് കണ്ട അവർ ഇന്ന് സൂയിസൈഡിന് തയ്യാറ്. ഇതാണ് സൂയിസൈഡ്. ഇതിനാണ് സഭ ഒരുങ്ങേണ്ടത്. നമ്പർ കൂടി ഉണ്ടായി. മനുഷ്യത്വമുള്ള മനുഷ്യരുള്ള സഭയായിട്ട് നമ്മൾ ഞാൻ 4ാം ക്ലാസ്സിൽ വരെയൊക്കെ പഠിച്ച. അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ അവിടെ പറയും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ വെള്ളം, വായു, പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം, ഇങ്ങനെ ഇപ്പോഴത്തെ ആവശ്യമല്ല, അന്നത്തെ ആവശ്യം.
അത് എല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാവർക്കും സ്വർഗം കൊടുക്കും, ഇവിടെ താമസിപ്പിക്കും, വളരെ സൗകര്യം. ഇത് നമ്മുടെ വലിയ ചുമതലയാണ്. സാധിക്കുക നമ്മുടെ ഇടവക അതിർത്തിയിലുള്ള എല്ലാവർക്കും വീട്, ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, ജോലി ഇതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ദൈവം സെൻറ്റേർഡായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് നമ്മൾ ഉൾപ്പെടണം. അതാണ് എൻ്റെ താല്പര്യവും ദർശനം. എന്നോട് പത്രക്കാർ ചോദിക്കും, തിരുമേനിയുടെ ദീർഘായുസിൻ്റെ രഹസ്യം എന്താ? നിങ്ങൾക്ക് പറയാം. എനിക്ക് ഇല്ലാത്ത സുഖക്കേടുകൾ ഞാൻ അറിയുകയില്ല. എനിക്ക് രോഗമില്ലാത്ത ഒറ്റ അവയവമേ ഉള്ളൂ, അതെൻ്റെ നാക്കാണ്. മറ്റുള്ള എല്ലാത്തിനും എന്തെങ്കിലും ഉണ്ട്, പല്ല്, തല, കാല്, എല്ലാത്തിനും. എന്നാൽ എൻ്റെ ദൈവം ഞാൻ ദീർഘായുസിൻ്റെ കാര്യം ചോദിച്ചത്, ദൈവം എന്നെ കൊണ്ട് വലഞ്ഞിരിക്കുക. എന്നാന്നറിയാമോ, ഈ മാർത്തോമാക്കാർ പ്രാർത്ഥിക്കും, ദൈവമേ ഈ തിരുമേനിയെ കാത്തു സൂക്ഷിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം തുടക്കത്തിൽ കേട്ടത് അത് നശിക്കും. അതുകൊണ്ട് ഞാൻ പറയും, ഇപ്പോൾ കുട്ടികൾ ചോദിക്കും, ഞാൻ ഈ ആയിരിക്കുന്ന നിലയിൽ സ്വർഗത്തിൽ ചെല്ലുകയാണെങ്കിൽ സ്വർഗം മറ്റേ സ്ഥലമായി തീരും. അതുകൊണ്ട് എന്നാൽ എന്നെ ഉപേക്ഷിക്കാൻ ദൈവത്തിന് വലിയ മനസ്സില്ല. കാരണം ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ മറ്റു ബിഷപ്പന്മാരെ പോയിരുന്നല്ലോ പൊളിയല്ല. ഇവരൊക്കെ സാധിച്ച കാര്യങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ, ഇപ്പോൾ നോക്കിയാൽ എന്തൊക്കെയാണെന്നറിയാം. വെള്ളത്തിൽ കൂടെ പോയി കുടിച്ചാകണോ അതിനുള്ളൊരു കേന്ദ്രം ഉണ്ടാക്കണം. വെള്ളം കാണാതെ ജീവിക്കണോ അതിനുള്ളൊരു കേന്ദ്രം ഉണ്ടാക്കണം. ഈ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തിന് പോകുമ്പോൾ വഴിയിൽ കാണുന്ന ഏറ്റവും മനോഹരമായ കെട്ടിടം ഏതാണെന്ന് നിങ്ങൾക്ക് പറയാം? ആയൂർ കോളേജ്. അത് സൃഷ്ടിച്ചതാണ് യഹോവയായ ദൈവം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ അതില്ല. പിന്നെ ഒരു കൊച്ചി യഹോവ സൃഷ്ടിച്ചതാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരെയൊക്കെ സ്വർഗത്തിൽ. എന്നാൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ വാറ്റിക്കൻ കൗൺസിൽ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ വാറ്റിക്കൻ കൗൺസിൽ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന ഏക ബിഷപ്പ് ഞാനാണ്. ആംഗ്ലിക്കൻ കൗൺസിലിൻ്റെ പേര് ലാംബത്ത് വേൾഡ് കൗൺസിൽ. ഇനിയിപ്പം ഒന്നും ആഗ്രഹിക്കാനില്ല. അതുപോലെ എന്നാൽ ഈ ഞാൻ ബിഷപ്പായതിൽ പിന്നെ അന്നും അതിൽ പിന്നെയുമായ ബിഷപ്പന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും തിരികട ഞാനാണ്. ഈ പറയുന്നവർ ഈ സാധിച്ച ഒരൊറ്റ സ്ഥാപനം ഒരു കുടിലെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാര്യം നാക്കുകൊണ്ട് കുടിലുണ്ടാക്കാനോ, അതുകൊണ്ട് കാര്യങ്ങൾ നടന്നു വന്ന
ഞാനിപ്പോൾ. അതുകൊണ്ട് എൻ്റെ സഭയോടുള്ള കടപ്പാട്, നമ്മൾ സഭയായി തീരണമെങ്കിൽ മനുഷ്യന് അതല്ല. ഞാൻ ഒരച്ഛനായിട്ട് ആദ്യം ബാംഗ്ലൂർ വെച്ച് അതൊരു ഫോർമൽ, ഈ കൊട്ടാരക്കം മൈലം, പട്ടമല, പിന്നെ ഇങ്ങനെ കുലശേഖരം, കലയൂര്, ഇങ്ങനെയൊക്കെ ഉള്ള 4 ഇടവുകൾ. ഇന്ന് എൻ്റെ ഇത് ആദ്യത്തെ സ്ഥലത്തേക്ക് എന്നെ ആക്കിയിരിക്കും. ഈ സ്നേക്ക് ആൻഡ് ലാഡർ എന്നും പറഞ്ഞൊരു കളിയുണ്ട്. അതിൻ്റെ നമ്മൾ കളിച്ച് 99, 92 വരും. അന്നേരം ഒരു ഇടുമ്പോൾ 2 എന്ന് കിട്ടും, നേരെ 3ലേക്ക് ഇങ്ങ് പോയി. അതുകൊണ്ട് തുടങ്ങിയിടത്തേക്ക് എന്നെ കൊണ്ടുവരുവാനുള്ള സഭയുടെ വലിയ ശ്രമമായ ഈ മീറ്റിങ്ങിന് ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും പറയുകയും ദൈവത്തിന് നിങ്ങൾ സ്തുതിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനം